രാവിലെ തന്നെ ഈ പവർ ടീം അംഗങ്ങളെ റൂമിലോട്ട് വിളിച്ചിരുത്തി നമ്മുടെ സാബു ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചികഞ്ഞെടുക്കാൻ തുടങ്ങി. അതായത് അവരെങ്ങനെ പവർ ടീമിലായി, എങ്ങനെ അൻസിബ പവർ ടീമിൽ വന്നു, എങ്ങനെ ഇവർ മൂന്ന് പേര് മറ്റേ മൂന്ന് പേര് പവർ ടീമിൽ വന്നു, എങ്ങനെ മുടിയൻ ക്യാപ്റ്റനായി, എന്തുകൊണ്ട് അൻസിബ എടുത്തു, എന്തുകൊണ്ട് അഭിഷേകിനെ എടുത്തു അല്ലെങ്കിൽ നോറ എടുത്തു, ഈ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ടാസ്ക് നടന്ന കാര്യവും അൻസിബയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം, ഇങ്ങനെ ഇതെല്ലാം നൈസിനെ ചോദിച്ചെടുക്കുന്നുണ്ട്. കാരണം സാബുവിൻ്റെതായ ഒരു ശൈലിയുണ്ട് ഗെയിം കളിക്കുമ്പോൾ. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല എല്ലാവർക്കും. പക്ഷേ ഈ ഒരു സാബുവിൻ്റെ കോൺവെർസേഷന് ശേഷം പവർ ടീം അംഗങ്ങളെല്ലാവരും കൂടി അവരുടെ റൂമിലെത്തിയിട്ട് അവർ ഒരു ക്ലോസ്ഡ് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നേ. അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇനി പുള്ളിയുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളതായിരിക്കും. കാരണം പുള്ളി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കിടയിൽ യൂണിറ്റി ഉണ്ടെന്ന്. സോ ഇനി മറ്റുള്ളവർക്ക് പുള്ളി കൊടുക്കാൻ പോകുന്ന നിർദ്ദേശം നമ്മുടെ ഈ യൂണിറ്റിയെ തകർക്കുക എന്നുള്ളതായിരിക്കും. സോ നമ്മൾ അത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം, കട്ടയ്ക്ക് കൂടെ ഒന്നിച്ച് തന്നെ നിൽക്കണമെന്ന് അൻസിബ പറയുന്നുണ്ട്. എനിക്കും ആ കാര്യം തോന്നിയെന്ന് അഭിഷേകും അവിടെ പറയുന്നുണ്ട്. സാബു അവിടെ പോയത് പുള്ളിക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ്. എന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയാം എവിടെ എങ്ങനെ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യണം, എങ്ങനെ ആരെ ഇളക്കി വിടണം എന്നൊക്കെ സാബുവിന് നന്നായിട്ട് അറിയാം. അപ്പം അതിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ് നമ്മുടെ പവർ ടീം. അപ്പം അൻസിബയും അഭിഷേകും ഈവൻ റസ്മിനും നോറയും വരെ ഈ കാര്യങ്ങളെക്കുറിച്ച്, റസ്മിനാണ് ഇവരെ ആദ്യം റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതും. അപ്പം ഇവർക്കൊക്കെ നല്ല കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. സോ എല്ലാവരും ആ ഒരു ഗെയിമിൻ്റെ ഒരു ലെവലിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.